പണ്ട് എന്താ പറയുക, ഒരു പട്ടാളക്കാരാവാൻ വേണ്ടി സ്വപ്നം കണ്ട് നടന്ന ആരിഫ്, പട്ടാളക്കാർ ആവാൻ പോകുന്നു വിചാരിച്ച സമയത്ത് ആരിഫിൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ ഉപ്പ അവൻ്റെ കുടുംബക്കാരെല്ലാവരും കൂടെ വന്ന് കാഫിറിൻ്റെ പട്ടാളമാണത് ചേരരുത് പറഞ്ഞു. ഏതെങ്കിലും ആരിഫിൻ്റെ കുടുംബക്കാർ ഇത് കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളാരെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു ആർമി ഒരു ഓഫീസറാവാൻ നടന്നിരുന്ന, പട്ടാളക്കാരാവാൻ നടന്നിരുന്ന ആരിഫിൻ്റെ അങ്ങനത്തെ ഒരു മോഹം മുളയിലെ എങ്കിൽ കാഫിറിൻ്റെ പട്ടാളത്തിൽ ചേരരുത് പറയുന്ന ഉള്ളിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ് കേട്ടോ, കാരണം ഈ ഒരു ആരിഫിൻ്റെ കുറച്ച് പ്രസ്താവനകളുണ്ട്. ന്യൂസ് 8 ഇരുന്ന് സംസാരിക്കുന്നതാണ്. ആ പ്രസ്താവനകളിൽ കറക്റ്റായിട്ടുള്ള ഉത്തരം കൊടുക്കാനുള്ള സമയം അതെടുത്തത്, അത് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ഈ നാട്ടിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടുപ്പിക്കാൻ അവൻ കാണിക്കുന്ന ഏറ്റവും പൈശാചികപരമായിട്ട് അവൻ കാണിക്കുന്ന ചെറ്റത്തരാണ് നമ്മൾ ഈ ഒരു പോഷനിൽ കാണുന്നതും അതിനെങ്ങനെ തിരിച്ച് അതെങ്ങനെ അല്ല എന്നുള്ളതുമാണ് നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് കുറച്ച് ലെങ്ത് ഉണ്ട്, ഒരു 10-25 മിനിറ്റ് ഉണ്ട്. കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സത്യാവസ്ഥ എന്നുള്ളത്. തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. ബാബറി മസ്ജിദ് എടുത്തു പറഞ്ഞുകൊണ്ട് അവിടെ അസീം മുനീർ, പാകിസ്ഥാന്റെ പട്ടാള മേധാവിയുടെ പങ്കാളിത്തം ബാബറി മസ്ജിദ് ഉയർത്തുമ്പോൾ അവിടെ ആദ്യം വരുന്നതല്ലേ അസീം മുനീർ ആയിരിക്കും എന്ന രീതിയിലുള്ള പ്രസ്താവനകളും വരികയാണ്. അപ്പോൾ എന്താണോ പഹൽഗാം ഭീകരാക്രമണ സമയത്ത് ഈ ഭീകരരുടെ വാക്കുകളിലൂടെ ഉദ്ദേശിച്ചത് പാകിസ്ഥാൻ, അത് തന്നെ ഇപ്പോൾ പാക് സെനറ്റർമാരുടെ വായിൽ നിന്നും വരികയാണല്ലോ ശ്രീ ആരിഫ് ഹുസൈൻ. അതെ, അവിടെയാണ് നമ്മൾ ഈ മതഭീകരത എന്ന് പറയുകയും അത് ഏത് മതം എന്നൊക്കെ പറയേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെയാണ്. ഇതെല്ലാം കണക്ട് ചെയ്ത് കിടക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സാധനത്തോട് കൂടിയിട്ടാണ്. നമ്മൾ അതിനെ അണ്ടർപ്ലേ ചെയ്യുന്നു. ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ്, അത് സിംഗപ്പൂരിൽ നിന്നുള്ള അവിടുത്തെ പ്രൈം മിനിസ്റ്ററുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അത് അവരുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഈ മൈനോറിറ്റി പൊളിറ്റിക്സ്, ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഒക്കെ എങ്ങനെയാണ് കുഴപ്പമുണ്ടാക്കുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർണിംഗ്, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ മതങ്ങൾക്കും എന്നുള്ള രീതിയിൽ ഈ ഇസ്ലാമിക ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് കളിക്കുന്ന ആളുകൾക്ക് കൊടുത്തുകൊണ്ട് ആൾ പറയുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണുകയാണ്. ഈ സിംഗപ്പൂർ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ, അതായത് പുള്ളിയുടെ എന്താ പറയുക നടന്നുകൊണ്ടിരിക്കുക, അവിടുത്തെ ഇലക്ഷൻ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കേട്ടോ. സിംഗപ്പൂർ പ്രൈം മിനിസ്റ്റർ പെട്ടെന്നൊരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പുള്ളി ഈ സംസാരിക്കേണ്ടായി. അതിൻ്റെ കുറച്ച് പോർഷൻസ് ഇങ്ങനെ കേട്ടോ പറഞ്ഞത്, കേൾക്ക്. The engagements I do help the government to better understand the concerns and needs of our diverse communities so that we can address concerns and issues in a way that expands our common ground and strengthens our society. But such engagements are very different from identity politics, which we should firmly reject. What is identity politics? Identity politics means candidates and MPs appealing for support on the basis of race or religion and championing the interests of that particular group over other groups and over everything else. That's dangerous, because when one group jostles aggressively to assert its identity, others will organize and start to jostle back. And you can see how this plays out in countries everywhere. You end up fueling our worst tendencies, hostilities and vengefulness across society. No one wins when this happens. The minority groups will fail to get what they want because the majority group will push back strongly and the minorities will find their space constricted. At the same time, the majority group will also live in the most unhappy society where every issue comes down to race and religion. So no one is happy, no one wins. And in the end, we will be more divided than before. And Singaporeans, all of us, will pay the price. So I call on all political parties to make their positions clear on this matter. This is not a partisan or party matter. This is a matter of national importance. In particular, I invite the leaders of all political parties to make their stand clear, not just on foreign interference, but on two fundamental principles. First, that identity politics has no place in Singapore. Second, that we should never mix religion and politics. അതായത് ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് അതായത് സിംഗപ്പൂരിൽ നടക്കില്ല. അത് അവിടെ മൈനോറിറ്റി ആര് അല്ലെങ്കിൽ അവിടെ മെജോറിറ്റി ആരുണ്ടോ ഇവർ നടത്തുന്ന, അല്ലെങ്കിൽ ഈ മൈനോറിറ്റി നടത്തുന്ന ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ കാൻഡിഡേറ്റ്സ്, അതായത് അവിടുത്തെ ഇലക്ഷൻ്റെ കാൻഡിഡേറ്റ്സ് അത് വെച്ചിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ അവിടെ വോട്ട് പിടിച്ച് അവർ ജയിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവരും ഹാപ്പി ആവാൻ പോകുന്നില്ല, അതായത് മെജോറിറ്റിയും ഹാപ്പി ആവാൻ പോകുന്നില്ല. കാരണം ഇവരെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മെജോറിറ്റിക്ക് അൺഹാപ്പി ആക്കും. അതുപോലെ തന്നെ ഈ മെജോറിറ്റി കൂടുന്ന അനുസരിച്ചിട്ട് ഈ മൈനോറിറ്റി പേടിക്കുന്നത് മെജോറിറ്റി കൂടിക്കൊണ്ടിരിക്കുക, ഞങ്ങളുടെ സ്പേസ് പോകുന്നു, ഞങ്ങൾ കൺസ്ട്രെയിൻ ആയി ചുരുങ്ങുന്നു എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് അവരും അൺഹാപ്പി ആവും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഈ നാട്ടിൽ ആർക്കും നല്ല രീതിയിൽ അതായത് ഈ ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് കാണിക്കാണ്ട് വോട്ട് ചെയ്ത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അവിടെ കാസ്റ്റും റിലീജിയനും
അല്ലെങ്കിൽ മൈനോറിറ്റി അല്ലെങ്കിൽ മെജോറിറ്റി ഒന്നുമില്ല, നല്ല രീതിയിൽ നല്ല ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചെയ്ത് ജയിച്ച് രാജ്യത്തിനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അതാണ് അവിടെ. എനിക്ക് ആരിഫിനോടാ പറയുള്ളൂ. ആരിഫ് പറഞ്ഞല്ലോ, അവിടെ അവർ അത് ശ്രദ്ധിച്ച് പറഞ്ഞു, നമ്മളിവിടെ അതിന് ലെസ് പ്രയോറിറ്റി കൊടുത്തിട്ട് മുമ്പോട്ട് പോകുന്ന അല്ല. നമ്മളിവിടെ നമ്മുടെ ഇവിടുത്തെ ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് കളിക്കുന്നത് ഇവിടുത്തെ മൈനോറിറ്റി ഗ്രൂപ്പ് അല്ല, ഇവിടുത്തെ മെജോറിറ്റി. അതായത് നീ ഇപ്പം വാലി താങ്ങുന്ന പാർട്ടിയുടെ നമ്മുടെ പ്രധാനമന്ത്രി പോലും ഓരോ ഇലക്ഷനുള്ള സമയത്തും ഓരോ ഇലക്ഷൻ പ്രചരണ സ്റ്റേജുകളിൽ പോയി പറയുന്നത് എന്താ, ഇതേ പൊളിറ്റിക്സാ. അതായത് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ഈ താലിമാല ഇല്ലാണ്ടാക്കും, മംഗൾസൂത്രം ഇല്ലാണ്ടാക്കും, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഈ നാട്ടിൽ ബീഫ് കഴിക്കുന്ന അല്ലെങ്കിൽ മട്ടൻ കഴിക്കുന്ന ആളുകളെ നോക്കുന്ന രാഹുൽ ഗാന്ധി മട്ടൻ കഴിച്ചതിന് അത് ചൂണ്ടിക്കാണിച്ചു. അത് ഹിന്ദുക്കൾക്ക് എതിരെയാണ് നിൽക്കുന്നത്. അതല്ലെങ്കിൽ നാട്ടിലെ പെറ്റുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിങ്ങളാണ് ഈ നാട്ടിലുള്ളത്, ഇവരൊക്കെ ഈ നാട്ടിൽ വെച്ചേക്കണോ വേണോ എന്നുള്ള ചിന്തകൾ മാത്രം. അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളുടെ ഈ പെണ്ണുങ്ങളുടെ, അത് സ്ത്രീകളുടെ ഉന്നമനം എന്നും പറഞ്ഞിട്ട് ഇല്ലാത്ത അട്ടിപ്പേർ അവകാശം എടുത്തിട്ട് ഇല്ലാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ വരെ. എത്രയോ വേദികളിൽ പുള്ളി പറഞ്ഞ കാര്യം ഞാനിവിടെ എക്സ്ട്രാ എൻ്റെ വക ആഡ് ചെയ്തിട്ടില്ല. അപ്പം ആരിഫ് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മൈനോറിറ്റി മാത്രം ഈ എന്താ പറയുക ഐഡന്റിറ്റി പൊളിറ്റിക്സ് കളിക്കുന്നത് എന്നുള്ള നിന്റെ ചിന്ത വളരെ തെറ്റാണ്. അതിപ്പോൾ ഇനിയിപ്പോൾ പ്രധാനമന്ത്രി അങ്ങ് മാറ്റി വെക്ക്, നമ്മുടെ അമിത്ഷാ, ഹോം മിനിസ്റ്ററിൽ അമിത്ഷാ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലെ ഇപ്പം ഏത് ശിവസേന അല്ലെങ്കിൽ RSS, ഹിന്ദുസേന, അങ്ങനെ കുറേ സേനകളും കാര്യങ്ങളും ആണല്ലോ. ഇതാണല്ലോ നമ്മുടെ BJP സർക്കാരിനെ പിടിച്ചു നിർത്തുന്നത്. ഇവർ ഓരോ നാട്ടിൽ പോയിട്ട് കളിക്കുന്നതും ഇതേ ഐഡന്റിറ്റി പൊളിറ്റിക്സും ഇതുപോലെ തന്നെ ഡിവിഷനും ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ആളെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പേടിപ്പിച്ചാ ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മുസ്ലിങ്ങൾക്ക് മാത്രം നീ ആ പട്ടം ചാർത്തി കൊടുക്കരുത്. ഇവിടെ അത് നടക്കുന്നില്ല. ഇവിടെ നല്ല മുസ്ലിങ്ങൾ അതിന് പോകുന്നില്ല. ബീഫിന്റെ പേരിലാണെങ്കിൽ എന്തിന്റെ പേരിലാണെങ്കിലും ഇവിടെ കൊല്ലും കൊലയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരാ. ഇപ്പൊ പാകിസ്ഥാനിൽ ഭീകരവാദികൾ ഇവിടെ വന്നിട്ട് വേണം ഇവിടുത്തെ ആൾക്കാരെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുക്കളെ പേര് ചോദിച്ച് കൊന്നു എന്നുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ മുസ്ലിങ്ങളോ ഇസ്ലാമോ അല്ല. അതാണ് ആരിഫ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വെറുതെ ചാനലിൽ കയറി ഈ പറഞ്ഞ പാവം സംഘികളെ പറ്റിക്കാൻ വളരെ ഈസിയാണ്. ഇതാണ് സിംഗപ്പൂർ പ്രസിഡന്റ് പറഞ്ഞതും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യം. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഈ വിഷയത്തെ ഇതുപോലെ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ഒരു വിഷയമാക്കി ഈ വശം പറയാതെ ഇതിലെ യഥാർത്ഥ കാര്യങ്ങളെ കുറിച്ച് പറയാം. അതേപോലെ തന്നെ ഈ സിംഗപ്പൂർ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ മോദിജിക്ക് ഒരു പത്രസമ്മേളനം ഇതുപോലെ വിളിച്ചിട്ട് പറയാൻ പറ്റും, ഈ നാട്ടിൽ ഐഡന്റിറ്റി പൊളിറ്റിക്സ് പാടില്ല. അത് മുസ്ലിമിന്റെ പേരിലാണെങ്കിലും മൈനോറിറ്റി ആയിട്ടുള്ള മുസ്ലിമിന്റെ പേരിലാണെങ്കിലും മെജോറിറ്റി ആയിട്ടുള്ള ഹിന്ദു പേരിലാണെങ്കിലും അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ മൈനോറിറ്റി ആയിട്ടുള്ള ക്രിസ്ത്യൻ്റെ പേരിലാണെങ്കിലും പറയാൻ പറ്റില്ല. പുള്ളി പറയില്ല. പുള്ളിക്കും വേണം ഐഡന്റിറ്റി പൊളിറ്റിക്സ്. പുള്ളി ഐഡന്റിറ്റി പൊളിറ്റിക്സ് മെജോറിറ്റിയിലാണ് കളിക്കുന്നത്, മൈനോറിറ്റിയിലല്ല കളിക്കുന്നത്. അത് പിടിച്ചു നിർത്താനും അത് കൂട്ടി നിർത്താനും ഈ മെജോറിറ്റിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളി കഷ്ടപ്പെട്ട് ഈ പറയുന്ന പല പ്രസംഗങ്ങളും പറയുന്നത് ആ പൊളിറ്റിക്സ് തന്നെയാണ്. അപ്പം ഇതേപോലെ പ്രസിഡന്റ് പറഞ്ഞ പോലെ എന്തുകൊണ്ട് മോദിജിക്ക് വന്നിട്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഇതുപോലെ സ്റ്റേണായിട്ട് പറയാൻ പറ്റുന്നില്ല? അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, ആ പാർട്ടിയും തീർന്നു, ആ ഗവൺമെന്റും താഴെ പോകും. ഇത് ഏത് കോമൺ സെൻസ് ഉള്ള ഒരാളല്ലേ. അതുകൊണ്ട് നീ കമ്പാരിസൺ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കമ്പയർ ചെയ്യാൻ. ഒളിപ്പിച്ച് നിർത്തുന്നതിന് വഴിവെച്ചത് എന്താണ്? അത് ഇതേ സാധനം തന്നെയാണ്, ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ്. അതൊരു വലിയ വിഷയമാണത്. നമ്മൾ ഇനിയെങ്കിലും അത് അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. പാകിസ്ഥാനിലുള്ള ഓരോ ആളും ഇത് പറയുന്നു. അവരിവിടെ പറയുന്നു യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ബാബറി മസ്ജിദിൽ ആദ്യത്തെ കല്ല് ഞങ്ങളിടും എന്ന് പറയുമ്പോൾ അവിടെയുള്ള അമ്പലം പൊളിച്ചിട്ട് അത് ചെയ്യുമെന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ ഇത് പറഞ്ഞു വെക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സംഗതി എന്താണ് എന്ന് നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ അല്ലെങ്കിൽ ഇതാണ് ഇവിടെയാണ് നമ്മുടെ ഈ ഇങ്ങനത്തെ മുസ്ലിങ്ങളുടെ കുബുദ്ധി. യഥാർത്ഥത്തിൽ ഇവരാണ് ഈ പറഞ്ഞ പരിപാടികൾ ചെയ്യുന്നത്. ഈ പാകിസ്ഥാൻ മന്ത്രി സെനറ്റിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പാകിസ്ഥാൻ മന്ത്രി പാകിസ്ഥാൻ സെനറ്റിൽ ഇരുന്ന പറഞ്ഞ കാര്യം. അതിന് നമ്മളെങ്ങനെ വിലയിരുത്തുന്നത്? അവർ നമ്മളെ യുദ്ധത്തിൽ തോൽപ്പിക്കും. നമ്മളവിടെ യുദ്ധത്തിൽ അവർ തോൽപ്പിച്ച് അവർ വന്ന് അയോധ്യയിൽ അടുത്തതായിട്ട് വരുന്ന ബാബറി മസ്ജിദ് തറയിട്ടെന്നാ പറഞ്ഞത്. അവിടെ എന്താ പറയാ, ഈ പറഞ്ഞ ക്ഷേത്രം പൊളിച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അയോധ്യ ക്ഷേത്രം പൊളിച്ച് അതിന്റെ മേലെ ബാബറി മസ്ജിദ് ഞങ്ങൾ ഉണ്ടാക്കി അവിടെ തറക്കല്ലിടാൻ പാകിസ്ഥാനിലെ മന്ത്രി ഇവിടെ വരും എന്ന് പറഞ്ഞിട്ടില്ല. ഒരു പുതിയ ബാബറി മസ്ജിദ് ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് അത് ഞങ്ങൾ തറക്കല്ലിടും എന്നാ പറഞ്ഞത്. അത് അവരുടെ നടക്കാത്ത മോഹം. ഒരു കാലത്തും ഇന്ത്യനെ തോൽപ്പിച്ച് ഇവിടെ വന്ന് ഒരു പുതിയ പള്ളി പണിയാൻ അവർ പോകുന്നില്ല. പക്ഷെ അതിൻ്റെ ഇടക്ക് ഈ അയോധ്യ ക്ഷേത്രം പൊളിച്ചിട്ട് അവിടെ പള്ളി പണിയും എന്നുള്ള നിന്റെ ആ ഒരു എക്സ്ട്രാ അഡീഷൻ ഉണ്ടല്ലോ, അത് ആ ചെറ്റത്തരത്തിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ നാട്ടിലെ ആൾക്കാർക്ക്, ഈ നാട്ടിലെ ഈ ചിന്തിക്കുന്ന ഈ വർഗീയപരമായിട്ടൊക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ റിലീജിയസ് പരമായി ചിന്തിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ സത്യം ഞാൻ അങ്ങനെ ആയിരിക്കൂലേ, അങ്ങനെയാണ് ഈ നാട്ടിലെ മുസ്ലിങ്ങളെ തീർത്തേക്കാം. നീ നൈനിറ്റാളിൽ നടക്കുന്ന വല്ല കഥ കണ്ടിട്ടുണ്ടോ?
ഉത്തരാഖണ്ഡ് ഭാഗത്ത് നൈനിറ്റാളിലൊക്കെ കാശ്മീരി മുസ്ലിം ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അടിച്ച് കൊന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പെഹൽഗാം നടന്നതിന് ശേഷം. എന്താ ഇതൊന്നും നീ ഒന്ന് എവിടെ ഒന്ന് അഡ്രസ്സ് ചെയ്യാത്തത്? ഒരു ചാനലൊക്കെ നീ കയറി ഇറങ്ങുന്നുണ്ടല്ലോ, ഈ പറഞ്ഞ ന്യൂസ് 18ലും ജനത്തിലും ആണല്ലോ മെയിനായിട്ട് നമ്മുടെ പരിപാടി. എന്തുകൊണ്ട് അവിടെ എവിടെ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നില്ല? ഒന്നിലും ഇല്ലാത്ത, ഒരു പരിപാടിക്കും ഇല്ലാത്ത അവിടെ പച്ച കച്ചവടം ചെയ്ത പാവങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട്, സ്റ്റുഡൻസ് ഉണ്ട് ഒരുപാട്. ഇവർക്കൊക്കെ എതിരെ എന്തൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഇപ്പം അവിടെ ഒരു ആക്രമണം നടന്നപ്പം അവിടെ നീ ഇതൊന്നും കാണുന്നില്ല അല്ലേ? അതാണ് പ്രശ്നം. ആ കണ്ണ് പൊത്തിട്ടുള്ള ഈ വർത്താനമാണ് പൈസക്കും ഞണ്ണാൻ വേണ്ടിയും തെണ്ടാൻ വേണ്ടി എന്തു നമ്മൾ ചെയ്യും എന്ന് കാണിച്ചു കൊടുക്കുന്നത് അല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ ഇത് പറഞ്ഞു വെക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സംഗതി എന്താണ് എന്ന് നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ, അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ അതിനെ നമ്മൾ സ്വീകരിക്കണം, ഏത് രീതിയിൽ അതിനോട് പ്രതികരിക്കണം എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സമൂഹം അതിൽ മൗനമായിട്ട് ഇരിക്കുമ്പോൾ അതൊരു പ്രശ്നമാണെന്നാണ് എന്നെപ്പോലുള്ള ആളുകളൊക്കെ കാണുന്നത്. കാരണം ഇതിന്റെ വിഷയം നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തികൾ കൂടിയാണ്. കാരണം ഇതിൽ ജീവിച്ച ആളുകളായതുകൊണ്ട് അവരുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവും. ഈ ഗസ്വായി ഹിന്ദൊക്കെ ചർച്ചയാക്കുന്ന അവിടെയാണ്. പക്ഷെ ഇതാണ് ആരിഫ, നീ മാത്രമല്ല അതിൽ ജീവിച്ചത്. നീ മാത്രമല്ല ജീവിച്ചത്, ഞാനും ഒക്കെ അതിൽ തന്നെ ജീവിച്ചത്, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. നമ്മുടെ നാട്ടിലെ ഒരു ഭൂരിപക്ഷം, നമ്മുടെ നാട്ടിലെ 99.9% ആളുകളും നീ പറഞ്ഞ പോലെ ഇതിൽ, മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന ടോട്ടൽ മുസ്ലിം സ്ട്രെങ്ത്തിൽ നീ പറഞ്ഞ പോലെ ഇതിൽ ജീവിച്ച് ഞങ്ങളാരും ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടുമില്ല. നീ പറഞ്ഞ കാര്യങ്ങൾ, നീ ഇപ്പം പറഞ്ഞ ഗസ്വായിൽ ഹിന്ദ് നീ കുറച്ച് നീ ആദ്യം ഒന്ന് പറയാറുണ്ടായിരുന്നു. നീ കുറച്ച് ദിവസമായിട്ട് വല്ലാണ്ട് എടുത്തിട്ടുണ്ട്. എന്താ ഇപ്പോഴാണ് ഏറ്റവും അത് വിറ്റ് പോകാൻ ചാൻസ് ഉള്ളത്. ഗസ്വായിൽ ഹിന്ദ്, അതായത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻസിനെ ഇല്ലാണ്ടാക്കണം, കൊന്നു തീർക്കണം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഈ പെഹൽഗാം എന്നതിന് ശേഷമാണ് നീ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗസ്വായിൽ ഹിന്ദിന്റെ ഒരു വർത്താനം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് അംഗീകരിക്കപ്പെട്ട ഒരു 5-6 ഹദീസുകളിൽ പോലും ഈ പറഞ്ഞ ഗസ്വായിൽ ഹിന്ദ് ഇല്ല. പിന്നെ ഏതോ ഒരു പുസ്തകത്തിൽ ഉണ്ടെന്ന് ഈ പറയുന്നു. പറഞ്ഞത് ഇസ്ലാം പോലും അല്ലെങ്കിൽ മുസ്ലിമിൽ പോലും അംഗീകരിക്കപ്പെടാത്ത, അല്ലെങ്കിൽ ഒരു ലീസ്റ്റ് ഇതുള്ള എന്താ പറയുക അംഗീകാരമുള്ള ഒരു ഏതോ ഒരു ബുക്കിൽ നിന്ന് എടുത്തിട്ടാണ് നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതോ സമയത്ത്, അതായത് നബി ഉണ്ടായി, ഖുർആൻ ഉണ്ടായി, അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ആരോ എഴുതിയൊരു ബുക്കിൽ നിന്ന് എടുത്തിട്ടാണ് നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ പാവം ഇതൊന്നും അറിയാത്ത ആൾക്കാർ മനസ്സിലാവാനാ. നിങ്ങൾക്ക് വെറുതെ ഗസ്വായിൽ ഹിന്ദ് ഇഫ് ദർ ഇസ് ഇൻ ഖുറാനോ എന്തെങ്കിലും നിങ്ങൾ അടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പോയിന്റ്സ് വരുന്നുണ്ട്. ഇതുണ്ടോ, ഇതില്ലേ, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ, ഇതിൻ്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒതന്റിസിറ്റി എത്രയാന്നുള്ളത്. അത് ആരിഫ് എവിടെയും പറയില്ല. ആരിഫ് ഇത് മാത്രം ഇട്ടുകൊണ്ടിരിക്കുകയുള്ളൂ. എങ്കിലേ ആൾക്കാരുടെ ഇടയിൽ മറ്റേ മുന്തിരി ഇടുന്ന പോലെ ഈ പായസത്തിൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അതാണ് എരുതിയിൽ എണ്ണ വയ്ക്കാന്നൊക്കെ പറഞ്ഞ പോലെ ഇത് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ പേരിട്ടാണ്. അതാദ്യം നിങ്ങൾ ആരും വേണ്ട, അവൻ പറഞ്ഞും കേൾക്കണ്ട. നിങ്ങൾ വെറുതെ ഗസ്വായിൽ ഹിന്ദ് ഇൻ ഖുറാൻ എന്നും പറഞ്ഞിട്ട് വെറുതെ ഇത്രയും വേർഡ്സ് നിങ്ങൾ അടിച്ച് ഗൂഗിളിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും. എനിക്കിത് കാണുന്ന സാധാരണ ഹിന്ദുക്കളുണ്ടാവും പറയുന്നത്. നിങ്ങൾ ഒരൊറ്റ വട്ടം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഐഡന്റിറ്റി എന്താണ്, അതിൻ്റെ അവസ്ഥ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. പ്ലീസ് അതൊന്ന് ചെയ്യണം. ഇത് കാണുന്നവർ പറ്റുന്നവരുണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റൂ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവട്ടെ. അപ്പം ഞങ്ങൾ ഇതേ പറഞ്ഞ മുസ്ലിമിൽ തന്നെ വരുന്ന ആരിഫെ, ഞങ്ങൾക്ക് ആർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യനെ തീർക്കണം, അല്ലെങ്കിൽ ഇവിടെ ഇസ്ലാം മതം അല്ലെങ്കിൽ ഇസ്ലാം കൺട്രി ആക്കി തീർക്കണം ഞങ്ങളെവിടെയും പഠിച്ചിട്ടില്ല ആരിഫെ. അതേ മതത്തിൽ നീ നീ അങ്ങ് അനുഭവിച്ചു എന്ന് പറഞ്ഞ നിന്റെ വീട്ടിലത്തെ നീ ഞാൻ അനുഭവിച്ച സമയത്ത് നിന്റെ സ്വന്തം ഉമ്മ ഉപ്പ കുടുംബക്കാര് അല്ലെങ്കിൽ നിന്റെ മക്കള് ഇവരാരെങ്കിലും നീ ഇത് പറഞ്ഞിട്ട് മനസ്സിലാവും തിരിഞ്ഞോ ഇല്ലല്ലോ. ഇവരൊക്കെ അത് പഠിച്ച ആൾക്കാരാണെങ്കിൽ അവർക്ക് തോന്നി തിരിഞ്ഞോ ഇല്ല. അതെന്താ, അതാണ് നിന്റെ ഫെയിലിയർ, ഏറ്റവും വലിയ ഫെയിലിയർ. നിനക്ക് തിരിപ്പിക്കാൻ പറ്റുന്നത് ആരെയാണ്? കുറച്ച് പാവം സംഖ്യകളെ മാത്രം. അതല്ലാണ്ട് ആരെങ്കിലും നിനക്ക് തിരിപ്പിക്കാൻ പറ്റുന്നുണ്ട്? പിന്നെ നീ പറഞ്ഞ പോലെ നീ നടക്കുന്ന പോലെ തെണ്ടിത്തിരി നടക്കാൻ താല്പര്യമുള്ള കുറച്ച് മുസ്ലിമുകൾ. ഇത് ഇത്രേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തോട്ടില്ല. ഇത് പറയുമ്പോൾ പാകിസ്ഥാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു ഹിന്ദു മുസ്ലിം കലാപം എന്നുള്ളതാണ്. പക്ഷെ അതിനെ നമ്മൾ മറികടന്നിട്ടുണ്ട്, നമ്മൾ മറികടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു എന്നാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പറയുന്നത്. അവരുടെ പേരെന്താണ്? പൽവഷ മുഹമ്മദ് സായി ഖാൻ. അവർ പാകിസ്ഥാൻ സെനറ്റിൽ പറഞ്ഞ കാര്യം ഈ ഇന്ത്യയിൽ ഒരു ഹിന്ദു മുസ്ലിം വൈര്യം അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനാണ് അവരുടെ ഉദ്ദേശം എന്ന് നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നതെന്നാണ് ഞാൻ ചോദിക്കാം. അങ്ങനെ ഒരു ഉദ്ദേശം അല്ല അവർക്കുള്ളത്, അതാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദു മുസ്ലിം വൈര്യം ഉണ്ടാക്കി അതിന്റെ പേരിൽ ഒരു കലാപം ഉണ്ടാക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ അനുകൂലമായ ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് അവർക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ഇവിടുത്തെ ഹിന്ദു മുസ്ലിം അടിച്ചിട്ടുമില്ല. അത് നീ പറഞ്ഞത് പോയിന്റ് ആരിഫേ. അതായത് പണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അനുകൂല കാലഘട്ടങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യം കിട്ടിയ സമയം മുതൽ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ പലവട്ടം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അന്നൊക്കെ അവർക്ക് ചെയ്യാമായിരുന്നു എന്നാണ് നീ പറയുന്നത്. അന്നൊക്കെ ചെയ്യാമായിരുന്നു, സത്യമാണ്.
1948-49 യുദ്ധം വരുന്നത്. അത് കഴിഞ്ഞിട്ട് 65 യുദ്ധം വരുന്നുണ്ട്, 71 യുദ്ധം വരുന്നുണ്ട്, 85 സിയാച്ചിൽ പിടിച്ച യുദ്ധങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ഒരു മതേതര പാർട്ടിയായിരുന്നു. ഒരു കോൺഗ്രസ്, ഞാൻ പറഞ്ഞ കോൺഗ്രസിനെ പൊക്കി പറയാനൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അന്ന് ഇതുപോലെ ഈ നാട്ടിൽ ഈ യുദ്ധങ്ങൾ വരുന്ന സമയത്ത് ആൾക്കാർ, പട്ടാളം അത് യുദ്ധം ചെയ്യും, ബാക്കിയുള്ള ആൾക്കാർ കൂടെ ഒറ്റക്കെട്ടായിട്ട് കൂടെ നിന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്. അല്ലാണ്ട് ഇന്നത്തെ പോലെ മതത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ മൊത്തം എങ്ങനെ കേട്ടോ പാകിസ്ഥാനികൾ എന്നല്ല. അന്ന് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യും. ഇന്ന് നീ അതല്ല പറയാം, നീ പറഞ്ഞ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യുന്നത്. പാകിസ്ഥാനോട് യുദ്ധം ചെയ്യുന്നതിന്റെ കൂടെ അതിലെ മതം നീ കണ്ടുപിടിക്കുന്നു, ആ മതത്തിനെതിരെ നമ്മൾ യുദ്ധം ചെയ്യുന്നു എന്നാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് നിന്നെപ്പോലത്തെ അല്ലെങ്കിൽ സംഘികളെ പോലത്തെ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികളും അല്ലെങ്കിൽ തീവ്ര മുസ്ലിം ഇസ്ലാമിസ്റ്റുകളൊന്നും അന്നില്ല. അതായത് അവരെ പൊങ്ങാൻ സമ്മതിച്ചിട്ടില്ല അന്നത്തെ ഗവൺമെന്റ്. അന്നത്തെ ഒരു മീഡിയ, ഇന്നത്തെ മീഡിയ ഇല്ല അന്ന് മീഡിയാസ് ഒക്കെ വളരെ കുറവാണ്. അപ്പം അന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു, യുദ്ധത്തിൽ അവരെ തോൽപ്പിച്ചു, അവരെ ഇങ്ങോട്ട് അടുപ്പിച്ചില്ല, ക്ലീൻ ആക്കി കൊടുത്തു. ഈവൻ 7 ആകാശം മറ്റേ പടക്കപ്പൽ വരെ വരുന്നു പറഞ്ഞുകൊടുത്തുനിന്ന് നമ്മുടെ ഇന്ദിരാഗാന്ധി ഉരുക്കവനിതായത് എങ്ങനെയെന്ന് നിനക്കറിയാം. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആ യുദ്ധത്തിനെ വരെ തോൽപ്പിച്ച് അന്ന് മതം കൊണ്ടുവരാണ്ട് മുന്നോട്ട് പോയി. ഇന്ന് അവരിവിടെ വന്ന് ഈ പറഞ്ഞ ചെറ്റത്തരം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വല്ലാത്തൊരു അവസ്ഥ, ഇത്രയും ആളുകളെ കൊന്നുപോയ സമയത്ത് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യണമെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് അതിനെ യുദ്ധം ചെയ്യുന്നതിന് പകരം നീയൊക്കെ ഇവിടെ ചാനലിൽ കുത്തിയിരുന്നിട്ടും നിന്റെ കൂട്ടക്കാരും കൂടെ പറയുന്നത് എന്താണ്? ഇത് മതമാണ്, മതം കൊണ്ടാണ്, ഇസ്ലാം കൊണ്ടാണ്, അത് നമുക്ക് തീർക്കണം, അതില്ലാണ്ടാക്കണം. അതാണ് നിങ്ങൾ പറയുന്നത്. യുദ്ധം ചെയ്യാനല്ല നിങ്ങൾ പറഞ്ഞത്. അവിടെയാണ് ഡിഫറെൻ്റ് ആരിഫേ. അവിടെയാണ് നിന്റെയൊക്കെ ചെറ്റത്താപ്പ് പുറത്തോട്ട് വരുന്നത്. ഇരട്ടത്താപ്പ് എന്നല്ല, ചെറ്റത്താപ്പ് പുറത്തോട്ട് വരുന്നത്. ഈ നമ്മളെ വിഭജനാനന്തര ഒരു രാജ്യത്ത് ഇരുന്നിട്ട് നമ്മൾ ഇത് ഇരുന്നിട്ട് ഇതിനു വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നമ്മൾ അതെങ്ങനെ വിശ്വസിക്കാന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ എങ്ങനെ സാധിക്കാന്നാണ് ചോദിക്കുക. ഇന്നത്തെ ഇവിടെ ജീവിക്കുന്ന ഒരു സാധാരണ മുസ്ലിമിനെ കൊണ്ട് ഒരു ഹിന്ദുവിനെ വെറുപ്പിക്കാൻ എങ്ങനെ സാധിക്കും? അല്ല, ഇന്ത്യയിൽ സാധിക്കില്ല. പക്ഷെ അവർ അതിനുള്ള ശ്രമം നടത്തുന്നു. അല്ലാതെ പിന്നെ എന്തിനാണ് അവർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്? അവിടെയാണ് നമ്മൾ ഇതിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് നമ്മൾ പോകണം എന്ന് പറയുന്നത്. ആ കാരണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പിടിക്കുക എന്നുള്ളതാണ്. ആ ഇന്ത്യയെ പിടിക്കുക, ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന സമയത്ത് അത് അവരുടെ ഒരു വലിയ ലക്ഷ്യമായിട്ട് വെക്കുമ്പോൾ അവിടെ ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന മുസ്ലിം പോലും അവരുടെ ശത്രുവാണ്. അതാണ് അതിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ 26 പേരെ കൊന്നതിൽ ഒരാളൊരു മുസ്ലിമാണ്. എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ കൊല്ലാൻ കഴിയുന്നത്? കൊല്ലുന്നതിന്റെ കാരണം എന്താണ്? അവർക്ക് അതിലൊരു തടസ്സം വരാത്തത് എന്തുകൊണ്ടാണ്? കാരണം ആ വ്യക്തി അവൻ അവിടെ ഫൈറ്റ് ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ ഒരു തോക്ക് പിടിച്ച് വലിക്കാൻ വേണ്ടി നിന്നത്. അപ്പോഴാണ് അവന് വെടി കൊള്ളുന്നത്. ഇവിടെ ചില മദ്രസകളിൽ അകത്തളങ്ങളിൽ പഠിപ്പിക്കുന്ന സാധനം എന്താണ്? ഇവിടെ ഇന്ത്യൻ സൈന്യത്തിൽ ചേരരുത് എന്ന് മുസ്ലിമിനെ പഠിപ്പിക്കുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ട്. ഇതാരെങ്കിലും ചർച്ചയാക്കിയിട്ടുണ്ടോ? എന്താണ് അവിടെ പറഞ്ഞു വെക്കുന്നത്? അങ്ങനെ നിങ്ങൾ ഏത് മദ്രസാണ് ആരിഫാന്നും കൂടെ പറഞ്ഞു കൊടുക്കണ്ടോ ആൾക്കാർക്ക് നീ? അതായത് ഈ ഇന്ത്യയിൽ മദ്രസകളുടെ അകത്തളങ്ങളിൽ ഇന്ത്യൻ സേനയിൽ ചേരരുത്, അത് കാഫിറാണ്, അല്ലെങ്കിൽ അത് ചേരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള മദ്രസകളുടെ പേരും വിവരമൊക്കെ നീ പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാര്യമായിട്ട് പറയാം, അങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കണം. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വിവരമില്ലാത്ത അതേ ഖുറാനിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല ഈ മറ്റേ ഇന്ത്യൻ ആർമി ചേരരുത് ഖുറാനിലൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ, ഇല്ല. അപ്പം അത് ഖുറാന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമല്ല എന്ന് ഹദീസിൽ എഴുതി വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഈ ഗസ്വായിൽ ഹിന്ദ് ഇന്ത്യൻ ആക്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ഒരു ഹദീസുകളിലും ഇല്ല. അത് നീ പറഞ്ഞ ഏതോ അന്നത്തെ എന്താ പറയാ കഞ്ചാവ് അടിച്ച ഏതോ ഒരുത്തന്നെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ബുക്ക് എടുത്ത് നോക്കണം അല്ലേ? അതായത് മുസ്ലിങ്ങളെ കൊല്ലണം, തീർക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ബുക്ക് നമ്മുടെ നാട്ടിലുണ്ട്. ഈ ബുക്കൊക്കെ ഹിന്ദുക്കളുടെ അടിസ്ഥാന ബുക്കുകളാണെന്ന് നമ്മൾ പറയില്ല. നാട്ടിലെ ഹിന്ദുത്വ രാജ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ പറയുന്ന പല ബുക്കുകളും നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ ഹിന്ദുക്കളുടെ ഗീതയാണ്, അല്ലെങ്കിൽ മഹാഭാരതമാണ്, അല്ലെങ്കിൽ ശ്ലോകം ഒന്നും നമ്മൾ പറയുന്നില്ല. അപ്പൊ അതിനോട് കണക്ട് ചെയ്യാണ്ട് ഏതെങ്കിലും ഒരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഖുറാനില്ലാത്ത അല്ലെങ്കിൽ ഏതോ ഒരു ബുക്കിലുള്ളൊരു കാര്യം നീ എന്തിനത് എല്ലാ ഇസ്ലാമുകൾക്കും ചാർത്തി കൊടുക്കുന്നത്, മുസ്ലിങ്ങൾക്കും ചാർത്തി കൊടുക്കുന്നത്? അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയാണ്ടിരിക്കും. എന്താണ് അവിടെ പറഞ്ഞു വെക്കുന്നത്? അങ്ങനെ നിങ്ങൾ ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്നാൽ നിങ്ങൾ കാഫിറിന്റെ പട്ടാളത്തിലാണ്. നിങ്ങൾ കാഫിറിന്റെ പട്ടാളത്തിൽ ചേർന്ന് വെടിവെക്കേണ്ടി വരിക പാകിസ്ഥാനിയാണ്, പാകിസ്ഥാനി മുസ്ലിമാണ്. അങ്ങനെ വെടിവെക്കരുത്. ഇന്ത്യൻ പട്ടാളത്തിൽ എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്. ഉണ്ട്. യെസ്, അതാ ഞാൻ പറയുന്നത്. ഇന്ത്യൻ മുസ്ലിങ്ങൾ അതിലുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് ഇസ്ലാം അറിയാത്തതുകൊണ്ടാണ്. എന്നാൽ ഇസ്ലാം അറിയുന്ന ആളുകൾ ഈ പറയുന്ന സാധനം ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഞാനടക്കം പണ്ടൊരു കാലത്ത് ഈ ഒരു സൈന്യത്തിൽ ചേരണമെന്ന സ്വപ്നം കൊണ്ട് നടക്കുമ്പോൾ എനിക്ക് പോലും കിട്ടിയിട്ടുള്ളൊരു നിർദ്ദേശമാണ് ഈ പറയുന്ന കാര്യം. ഇതൊരു സാധാരണ മുസ്ലിം കുടുംബങ്ങളിൽ അകത്തളങ്ങളിൽ മുസ്ലിം സെറ്റിംഗ്സിൽ കൂടിയ മദ്രസകളിൽ അതല്ലെങ്കിൽ ജിഹാദി ട്രെയിനിങ് കൊടുക്കുന്ന പോലെയുള്ള വേദികളിലെല്ലാം കൊടുക്കുന്നത്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കി ഉസ്താദുമാർ ഇന്ന് പ്രസംഗിക്കുന്നതിന്റെ എത്ര പ്രസംഗം നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം ഇവിടെ നടക്കുന്നു. കാഫിറിന്റെ പട്ടാളത്തിൽ ചേരരുത് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ആണ്. പക്ഷെ മുസ്ലിങ്ങൾ അതിൽ നിന്ന് അപ്പൊ ഇതാണ് കാഫിറിന്റെ പട്ടാളത്തിൽ ചേരരുതെന്ന് മുസ്ലിം കുടുംബങ്ങൾ വരെ പറയുന്നുണ്ട്. ആരിഫിന്റെ കുടുംബത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. പണ്ട്
എന്താ പറയാ, ഒരു പട്ടാളക്കാരാവാൻ വേണ്ടി സ്വപ്നം കണ്ട് നടന്ന ആരിഫ്, പട്ടാളക്കാർ ആവാൻ പോകുന്നു വിചാരിച്ച സമയത്ത് ആരിഫിന്റെ വീട്ടിൽ നിന്ന് ഉമ്മ ഉപ്പ അവന്റെ കുടുംബക്കാരെല്ലാവരും കൂടെ വന്ന് കാഫിറിന്റെ പട്ടാളമാണ് അത് ചേരരുത് പറഞ്ഞു. ഏതെങ്കിലും ആരിഫിന്റെ കുടുംബക്കാർ ഇത് കാണണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളാരെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു ആർമി ഒരു ഓഫീസറാവാൻ നടന്നിരുന്ന, പട്ടാളക്കാരാവാൻ നടന്നിരുന്ന ആരിഫിന്റെ അങ്ങനത്തെ ഒരു മോഹം മുളയിലെ എങ്കിൽ കാഫിറിന്റെ പട്ടാളത്ത് ചേരരുത് പറയുന്ന ഉള്ളിയിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും മോശപ്പെട്ട കുടുംബമാണ് ആരിഫാൻ്റെത്. ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിന്നും എവിടുന്നും ആരും അത് പറഞ്ഞിട്ടില്ല. പിന്നെ ചില ആൾക്കാർ പട്ടാളക്കാരാവണമെന്ന് വീട്ടിൽ നിന്ന് ഉമ്മയും ഇപ്പം ബാക്കിയുള്ളവരും പറയും, അല്ലെങ്കിൽ ബാക്കി അച്ഛനും അമ്മയൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കും, എൻ്റെ മോനെ പട്ടാളത്തും പോണ്ട, എന്തെങ്കിലും പറ്റുമോ, ആ പേടിയുള്ള ആളുകൾ. അത് ദേശസ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല, പുത്രസ്നേഹം കൂടുന്നതുകൊണ്ടാണ്. അതല്ലാതെ കാഫിറിന്റെ പട്ടാളത്ത് ചേരരുതെന്നും ആരും പറഞ്ഞിട്ടില്ല. ആരിഫെ, എന്തിനാണ് ആരിഫെ ഇങ്ങനെ വന്ന് കളവ് വിളിച്ചു പറയുന്നത്? ഹോമിയോ ഡോക്ടറായി അത് മൂഞ്ചി, ഹോമിയോ ഡോക്ടർ ആയോ, ഇനി ഏത് ഡോക്ടറാണെങ്കിലും അത് മൂഞ്ചി. പല കച്ചവടങ്ങൾ നടത്തി മൊത്തം പൊട്ടിച്ച്, കൂടെ നിന്നോനെ 30 ലക്ഷം പൊട്ടിച്ച് അവിടുന്ന് ഫർണിച്ചറും കട്ടുകൊണ്ടുപോയി. ഒന്നും ഗതി പിടിക്കേണ്ട അവസാനമല്ലേ ഈ എച്ച് മുസ്ലിം എന്നും പറഞ്ഞിട്ട് ഈ സംഘികളുടെ ആപ്പീസ് തങ്ങി നടക്കാൻ തുടങ്ങിയത്. അപ്പോഴല്ലേ എനിക്ക് ഇച്ചിരി പച്ച പിടിച്ചത്, പൈസ കിട്ടി തുടങ്ങിയത്. യൂട്യൂബിലാണെങ്കിലും എവിടെയാണെങ്കിലും. അതല്ല എൻ്റെ ബിസിനസ്. എൻ്റെ ബിസിനസ് ഇറക്കാനുള്ള പരിപാടി സ്ഥലമാണോ ഈ പറഞ്ഞ ഈ ന്യൂസ് 18-ന്റെ സ്റ്റുഡിയോയും അതുപോലെ തന്നെ ജനത്തിൻ്റെ ഒക്കെ സ്റ്റുഡിയോയും നിന്റെ വിത്തിറക്കാൻ, അല്ലെങ്കിൽ നിന്റെ ബിസിനസ്സിന്റെ വിത്തിറക്കി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനല്ല ഈ നടക്കുന്നത് ആരിഫെ. ഇത് അറിയാത്തത് ഈ നാട്ടിലെ പാവം സംഘികൾ മാത്രമല്ലേ, അല്ലെങ്കിൽ നാട്ടിലെ വേറെ ആർക്ക് എല്ലാവർക്കും അറിയാം. ഈ സംഘികൾക്ക് മാത്രം ഇത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നീ തന്നെ നോക്ക്, നീ പറഞ്ഞ ഈ ഒരു വാർത്തയിൽ നീ തുടക്കത്തിൽ നീ എന്താ പറഞ്ഞത്? ഇസ്ലാം പഠിച്ചു കഴിഞ്ഞാൽ അവന്മാർ തീവ്രവാദികളാവും, ഇസ്ലാം പഠിക്കാത്തവന്മാരായാണ് മുസ്ലിങ്ങളായത്. എന്ത് പൊട്ടത്തരാ നീ പറഞ്ഞു? ഗസ്വായിൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ എവിടെയും ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. എങ്കിലും നീ അതിൻ്റെ ഇടയിൽ കൊണ്ടിട്ടു. അത് നിന്റെ കയ്യിൽ മനസ്സിലായി. നിനക്ക് ഇവിടെ ആളെ അടുപ്പിക്കണം. പാകിസ്ഥാൻ പോലും വിചാരിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആളെ അടുപ്പിക്കുക. അതിനേക്കാൾ പെട്ടെന്നാണ് നീ നാട്ടിലെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിൽ അടുപ്പിക്കുന്നത്. ഈ നാട്ടിൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ, പണ്ട് യുദ്ധങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാടുണ്ടായിരുന്നു. ഈ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ പട്ടാളം നോക്കിക്കോളും. ഇവിടെ വന്ന് ഇതിൻ്റെ ഇടയിൽ കൂടിയ ഈ മുസ്ലിമിനെയും ഹിന്ദുവിനെ അടുപ്പിക്കുന്ന ചെറ്റത്താപ്പ് ഉണ്ടല്ലോ, അത് നിർത്തിക്കോ. അതാണ് എനിക്ക് നല്ലത്.